വിശുദ്ധ ബൈബിൾ നമുക്ക് തുറക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. കൊലോഷ്യൻ ചാപ്റ്റർ 4 verse 2, 3, 4 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോട് അതിൽ ജാഗരിപ്പീൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുന്ന ഭാഗമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിൻ്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് പൗലോസ് പ്രാർത്ഥന എന്ന സബ്ജക്റ്റ് ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ കാണിക്കാൻ കാരണം? പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ചിലരുടെ പ്രസംഗത്തിൽ അവരേറ്റവും കൂടുതൽ വിശുദ്ധ ജീവിതമായിരിക്കും പ്രസംഗിക്കുന്നത്. കാരണം അവർ ആ വിശുദ്ധ ജീവിതം മാത്രം ഏറ്റവും അധികം സൂക്ഷിക്കുന്നവരായിരിക്കും. ചിലർ വിശ്വാസത്തെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത്. അവരേറ്റവും അധികം സൂക്ഷിക്കുന്നത് അവരിലെ വിശ്വാസമായിരിക്കും. ഇതുപോലെ പൗലോസ് പല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പൗലോസ് വെളിപ്പെടുത്തി പറയുകയാണ്: നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഒരാൾ രക്ഷിക്കപ്പെടുന്ന ദിവസം തുടങ്ങുന്ന പ്രാർത്ഥന അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ശക്തി ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളവർ പറയും, സ്തോത്രം, ഏതു പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥിച്ചാൽ മതി, പ്രതിസന്ധികളിൽ പരിഹാരം പ്രയറിലുണ്ടാവും. സ്തോത്രം. എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ ലൈഫ് 0 ആയി പോയിക്കൊള്ളട്ടെ, നിങ്ങൾ പരാജയപ്പെട്ട് തല കുനിച്ച വ്യക്തിയാകട്ടെ, പക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നീ സടകുടഞ്ഞെഴുന്നേക്കും. അത് പ്രാർത്ഥനയുടെ പവർ. അങ്ങനെ അത് മനസ്സിലാകുന്ന ദൈവമക്കളാണ്. വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരമില്ലെങ്കിലും അവർക്ക് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥന ഭയങ്കര ശക്തിയാണ്. ഏതു വലിയ പരാജയം നിങ്ങളുടെ ലൈഫിനെ കാർന്നു തിന്നാലും പ്രാർത്ഥന പരാജയത്തെ മാറ്റും. നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് പ്രേയറിനോട് എതിർത്തു നിന്നയാളായിരുന്നു ശൗല്. പ്രാർത്ഥനാലയങ്ങൾ പൂട്ടിക്കുന്നതിൽ ഒന്നാമത് മുമ്പിൽ നിന്നയാളായിരുന്നു ആര്? ശൗല്. അധികാരികളോട് അധികാരപത്രം വാങ്ങി പ്രാർത്ഥിക്കുന്നവരുടെ മുടിക്കുത്തിൽ പിടിച്ച് പ്രാർത്ഥനാലയങ്ങൾ പൂട്ടിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തലവേദനയായ പൗലോസിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുക. അമ്മൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ചില ദിവസങ്ങളിൽ ആഹാരം കഴിക്കാതെ വീടിനകത്തിരിക്കുമ്പോൾ അനന്യാസ് എന്ന് പറയുന്ന ആളിൻ്റെ അടുക്കൽ കർത്താവ് ചെന്നിട്ട് പറയുകയാണ്, അനന്യാസേ, ശൗലെന്ന് പറയുന്നവൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് വേറൊരാൾ സാക്ഷ്യം പറയുന്ന പോലെ അല്ല, ശൗല് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യം പറയുന്നത് ദൈവമാണ്. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് ദൈവമാണ്. സ്തോത്രം. അവനോട് ചെന്ന് പറയുകയാണ്, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ആ വചനം വെളിപ്പെട്ട് കിടപ്പുണ്ട്. സ്തോത്രം. സമയക്കുറവുകൊണ്ട് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. അനന്യാസിൻ്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറയുന്ന ഭാഗമാണ്, സ്തോത്രം, അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം. ഞാനൊരു കാര്യം പറയാം, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം എഴുന്നേറ്റിരിക്കും. ദൈവം എഴുന്നേറ്റിരിക്കും. നിന്നെ എത്തിക്കാനുള്ള പദ്ധതി ദൈവം രൂപം കൊടുക്കും. അനന്യാസിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നതാ, വായിച്ചേ. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന്
താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇനിയും അവന്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത് അവൻ പ്രാർത്ഥനയിൽ കണ്ടിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകതയാ, നിനക്ക് നടക്കേണ്ട വിടുതൽ പ്രാർത്ഥനയിൽ നീ കണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയാം, അടുത്ത ദിവസം നിനക്ക് നടക്കാൻ പോകുന്ന വിടുതല് നിനക്ക് ദൈവം കാണിച്ചു തരാൻ പോവാ. അത് സ്വപ്നത്തിലാകാം, അത് പ്രാർത്ഥനയിലാകാം, ദൈവം അത് കാണിച്ചു തരും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് സാക്ഷി ചോദിച്ചാൽ അവർ പറയും, ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് പ്രാർത്ഥനയിൽ കാണിച്ചു തന്നത് അതുപോലെ ദൈവം നിവർത്തിച്ചു തന്നു.